ഹലോ നമസ്കാരം. നമ്മുടെ അലീനയുടെയും മനുവിൻ്റെയും വൈജയുടെയും ബാലചന്ദ്രൻ്റെയും ഒക്കെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനും ശ്രമിക്കുക കേട്ടോ. അതുപോലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി കൊടുത്തിട്ട് നിങ്ങൾ വീഡിയോ കാണുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ അലീനയെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ തോന്നിയേക്കാണ് നമ്മുടെ ഗംഗാധരനും മാലതിക്കും. അപ്പോൾ അവർ ആ സംശയങ്ങളൊക്കെ ഇങ്ങനെ പരസ്പരം പങ്കുവെക്കുകയും അലീനയോട് കുറേ കാര്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മുത്തശ്ശൻ, അതായത് ഞങ്ങളുടെ അച്ഛൻ നിന്നെ കാണാൻ മാത്രമായിട്ടാണോ അങ്ങോട്ടേക്കൊക്കെ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നത് അല്ല, ബ്രിജിത്ത മമ്മിയെ കാണാനാണ് എന്നാണ്. പക്ഷെ അതൊന്നും അവർക്ക് അത്രയ്ക്ക് വിശ്വാസം വരുന്നില്ല. അതിനുശേഷം അമ്മയോട്, അതായത് മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം? ആ കുഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് മരിച്ചുപോയി എന്നല്ലേ പറഞ്ഞത്? നാഗർകോവിലുള്ള ഏതോ ഒരു അനാഥ മന്ദിരത്തിലാണ് അതിനെ കൊണ്ടു ചെന്നാക്കിയത് എന്നാണ് രാവണിയേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അച്ഛനും അറിയാമായിരുന്നല്ലോ കാര്യങ്ങളൊക്കെ, അച്ഛനും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ആ കുഞ്ഞിനെ എവിടെയാണ് കൊണ്ടുവന്നാക്കിയത് എന്നൊക്കെ അച്ഛനും അറിയാമല്ലോ എന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയത്തില്ല, നിങ്ങൾ ഇപ്പോൾ ഇത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അല്ലമ്മേ, എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ് എന്ന് പറയുമ്പോൾ അതൊന്നുമല്ല ഗംഗാധര, ഗംഗ എൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള റീസൺ എന്താണെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ മാലതി പറയുന്നുണ്ട്, ഒന്നുമില്ല അമ്മേ, അമ്മയ്ക്കിപ്പോൾ ഇവിടെ അലീനയുടെ നോട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നുണ്ടല്ലേ, അലീനയെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിർത്താനാണ് അമ്മയും നോക്കുന്നതല്ലേ, അപ്പം നമുക്ക് അലീനയെ എങ്ങനെയെങ്കിലും ഇവിടെ നിർത്താം എന്നൊക്കെ മാലതി വിഷയം മാറ്റാൻ നോക്കുമ്പോൾ, നിങ്ങളിപ്പോൾ വിഷയം മാറ്റണ്ട, നിങ്ങൾ എന്താണ് ഇതിപ്പോൾ ചോദിക്കാനുണ്ടായ കാരണം എന്താണെന്ന് എനിക്കറിയണം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയണം. അല്ലമ്മേ, അന്ന് ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചു എന്നാണ് നമ്മളോട് രാവണ്യമാമനും അച്ഛനും ഒക്കെ പറഞ്ഞത്. എവിടെയാണ് ഏൽപ്പിച്ചതെന്ന് ഒന്നും പറഞ്ഞില്ല. പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോയെന്നും പറഞ്ഞു. അത് അറിയാവുന്ന 2 പേരാണ് അച്ഛനും രാവണ്യമാമയും. 2 പേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ശരിക്കും ആ കുഞ്ഞ് മരിച്ചിട്ടുണ്ടായിരുന്നു അമ്മേ? എനിക്ക് ഒരു സംശയം എന്ന് ചോദിക്കണം ഗംഗാധരൻ. അതെന്താ നിനക്ക് ഇപ്പം അങ്ങനെ ഒരു സംശയം തോന്നാൻ എന്ന് ചോദിക്കുമ്പോൾ, അല്ലമ്മേ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, എനിക്ക് എന്തോ അങ്ങനെ തോന്നുന്നു, ഇവിടെ വന്ന് കയറിയപ്പോൾ മുതൽ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നുകയാണ് എന്ന് പറയണം ഗംഗാധരൻ. എന്താണെങ്കിലും നമുക്ക് നോക്കാം, അതിനെപ്പറ്റി നമുക്ക് അന്വേഷിക്കാം എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗംഗ, നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ, ഞങ്ങൾ ഏതായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ കൊല്ലപ്പള്ളിയിലേക്ക് പോവുകയാണമ്മേ, ഞാൻ നാളെ വരാം, അപ്പം നമുക്കൊന്നുകൂടെ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ മാലതി ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ, ഈ അലീനയെ അച്ഛനല്ലേ പോയി കൂട്ടിക്കൊണ്ടുവന്നത്? അതെ, അച്ഛൻ എങ്ങനെ അലീന താമസിക്കുന്ന ഓർഫനേജുമായിട്ട് പരിചയം? അച്ഛൻ മുൻപ് അവിടെ പോയിട്ടുണ്ടോ എന്നൊക്കെ വീണ്ടും ചോദിക്കുകയാണ്. അച്ഛൻ മുമ്പ് അവിടെ പോയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല, അലീനയെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം മാത്രം എന്നോട് പറഞ്ഞു എന്ന് പറയണം. അല്ല, ആ അത്രയും ദൂരത്ത് പോയിട്ട് ഒരു ഹോം നേഴ്സിനെ സെലക്ട് ചെയ്ത് കൊണ്ടുവരാൻ അച്ഛന് അത്രയും ദൂരത്ത് ഒരു ഓർഫനേജിലൊക്കെ പരിചയം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല. മനു എന്നോട് പറഞ്ഞത് നിങ്ങളുടെ അച്ഛൻ ആ ഹോസ്പിറ്റലിന്, ആ അനാഥ മന്ദിരത്തിന് എന്തോ ചാരിറ്റി ചെയ്യുന്നുണ്ടായി, കാശൊക്കെ കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അവിടുത്തെ സ്ത്രീ ഒരിക്കൽ അച്ഛനെ കാണാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങ് കൊല്ലപ്പള്ളിയിൽ വന്നോ? അവിടെ സ്ഥാപനം നടത്തുന്ന ആ സ്ത്രീയോ? അവരുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അലീന പറയാറുണ്ടല്ലോ ഒരു ബ്രിജിത്ത മമ്മിയെ കുറിച്ച്. ആ ബ്രിജിത്താമ്മയാണ് അച്ഛനെ കാണാനായിട്ട് വീട്ടിൽ വന്നത് എന്ന് പറയണം. അപ്പോൾ ഇതൊക്കെ കൂടി കേൾക്കുമ്പോൾ ഇവർക്ക് സംശയം ഇരട്ടിക്കുക കേട്ടോ. അപ്പം അച്ഛനെ കാണാൻ ആ സ്ത്രീ വന്നെന്നോ? അതെ, അച്ഛനെ കാണാൻ വന്നതിന് ശേഷമാണ് അച്ഛൻ അവരുടെ സ്ഥാപനത്തിലേക്ക് പോയത് എന്ന് പറയണം. അപ്പം അതിലെന്തോ പന്തികേടുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവണം. എന്നാൽ ശരി അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് അലീനയെ വിളിച്ചിട്ട് യാത്ര പറയുന്നുണ്ട് കേട്ടോ. അപ്പം അലീനയോട് ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് തോന്നുന്നത്. കാരണം അത്രയും നല്ലൊരു പെൺകുട്ടി, നല്ല പെരുമാറ്റം, എന്ത് കാര്യം ഭംഗിയിലും വൃത്തിയിലും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് ഭയങ്കര സ്നേഹം, ഇഷ്ടമൊക്കെ തോന്നുക കേട്ടോ. അപ്പം അവരുടെ മനസ്സിൽ ചെറിയൊരു സംശയവും കിടക്കുന്നുണ്ട് അലീനയെക്കുറിച്ച്. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, അത് കഴിഞ്ഞ് നേരെ കൊല്ലപ്പള്ളിക്ക് പോകും, ഞങ്ങൾ നാളെ എങ്ങാനും വരാം, എന്താണെങ്കിലും ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകണുള്ളൂ എന്നൊക്കെ അലീനയോട് പറഞ്ഞിട്ടാണ് അവർ വീട്ടിൽ നിന്ന് പോകുന്നത് കേട്ടോ.
അങ്ങനെ അവർ പോയതിന് ശേഷം അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മുത്തശ്ശി ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീന ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എന്താ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല എന്ന് പറയണം. അതല്ലല്ലോ, എന്തോ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര സീക്രട്ട് ചർച്ചയായിരുന്നല്ലോ നിങ്ങൾ 3 പേരും കൂടെ. ഞാൻ കേൾക്കാതിരിക്കാനായിരിക്കുമല്ലേ ഡോറൊക്കെ അടച്ചത് എന്ന് പറയുമ്പോൾ ഒന്ന് പോടി അവിടുന്ന്. അതൊന്നുമില്ല, അത്ര വലിയ കാര്യമൊന്നുമില്ല. അവന് എങ്ങനെ ഇത്തിരി നേരം എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു പഴയ കാര്യങ്ങളൊക്കെ, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്ത് പഴയ കാര്യങ്ങളാണ് മുത്തശ്ശി സംസാരിച്ചത്? അങ്ങ് ആഗ്രയിലെ കാര്യങ്ങളൊക്കെയാണോ എന്ന് ചോദിക്കുകയാണ്. നീ ഇതുവരെ ആഗ്ര എന്നുള്ള ഇത് വിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ എനിക്ക് വിട്ട് കളയാൻ പറ്റും മുത്തശ്ശി? ഞാൻ ജനിക്കാൻ കാരണമായ സ്ഥലമല്ലേ എന്നൊക്കെ പറയട്ടോ. എന്തോന്നാ നീ പറയും? നീ ജനിക്കാൻ കാരണമായ സ്ഥലം അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, അതും ഒരു കടങ്കഥയാണ് മുത്തശ്ശി എന്ന് പറയാണ് അലീന. നീ ഒരുപാട് കടങ്കഥകൾ ഇങ്ങനെ പറഞ്ഞു കൂട്ടണ്ടാട്ടോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ അവളെ ചുമ്മാ ഒന്ന് തല്ലാനായിട്ട് കൈ ഓങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവള് ഞാൻ ചുമ്മാ പറഞ്ഞത് എൻ്റെ മുത്തശ്ശി, ഞാനൊന്ന് പോയേക്കാം എന്ന് പറഞ്ഞിട്ട് അലീന പോവാൻ നിൽക്കുമ്പോൾ മുത്തശ്ശി, അല്ല നീ എന്നാലും എന്താ അങ്ങനെ പറഞ്ഞത്? നീ ജനിക്കാൻ കാരണമായ സ്ഥലമോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. എൻ്റെ പൊന്നു മുത്തശ്ശി, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, ഞാൻ എങ്ങനെ അവിടെ ജനിക്കാനാ മുത്തശ്ശി? ഞാൻ തിരുവനന്തപുരത്തല്ലേ ജനിച്ചത് എന്നൊക്കെ പറയട്ടോ. ആ അത് ശരിയാണല്ലോ, നീ എങ്ങനെ അവിടെ ജനിക്കാനാ? അപ്പോൾ അലീന അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അലീന പോയതിനു ശേഷമാണ് മുത്തശ്ശി വീണ്ടും ആലോചിക്കുന്നത്, അവള് തിരുവനന്തപുരത്ത് ജനിച്ചു എന്ന് പറഞ്ഞു, അതിലും എന്തോ ഒരു കുത്തുന്നത് പോലെ ഉണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കണം. അവള് തിരുവനന്തപുരത്താണ് ജനിച്ചത്, അപ്പൊ അവള് എന്താ പറഞ്ഞു വെച്ചത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ മുത്തശ്ശിക്കും ആകെ എന്തൊക്കെയോ ഭ്രാന്ത് പോലെ തോന്നണം. എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അതിനെപ്പറ്റി കൂടുതൽ വറീഡ് ആവുന്നില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ ഇവര് ഗംഗാധരനും മാലതിയും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാലതി പറയുന്നുണ്ട് കേട്ടോ, ഗംഗേട്ടാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയണം. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, എനിക്കും കുറച്ച് കാര്യങ്ങളുണ്ട്, എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട് എന്ന് പറയണം മാലതി. ആദ്യം നിന്റെ ഡൗട്ട്സ് കേൾക്കട്ടെ, അതിനുശേഷം ഞാൻ പറയാമെന്ന് പറയുമ്പോൾ അലീനയെ ചുറ്റിപ്പറ്റിയാണ് എൻ്റെ ഡൗട്ട് എന്ന് പറയുമ്പോൾ കറക്റ്റ് എന്ന് പറയാണ് ഗംഗാധരൻ. എൻ്റെ മനസ്സിലും സംശയങ്ങളൊക്കെ അലീനയെ ചുറ്റിപ്പറ്റി തന്നെയാണ്. അലീന കഴക്കൂട്ടം, തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ വൈജയെ നിർത്തിയിരുന്നത്. അതായത് തിരുവനന്തപുരത്താണ് വൈജയ താമസിച്ചിരുന്നത്, ശാസ്തമംഗലത്ത്. അപ്പോൾ അതൊക്കെ കൂടി കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പം ഇവള് പറയുന്നുണ്ട്, മാലതി പറയുന്നുണ്ട്, വൈജ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത ആ വർഷവും അലീനയുടെ വയസ്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നു ഗംഗേട്ട എന്ന് പറയട്ടോ. അപ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഗംഗേട്ട നമുക്ക് വണ്ടി ഒന്ന് നിർത്തിയാലോ, കുറച്ച് സംസാരിച്ചതിന് ശേഷം നമുക്ക് പോകാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വണ്ടി നിർത്തിയിട്ട് അവരിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അലീനയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഗംഗാധരൻ പറയുന്നുണ്ട്, അവളുടെ ആ പെരുമാറ്റമൊക്കെ കണ്ടോ, എത്ര നല്ലതാണല്ലേ, വൈജയ്ക്ക് എങ്ങനെ അവളെ ഒഴിവാക്കാനായിട്ട് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഗംഗേട്ടൻ അവൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? മുത്തശ്ശൻ, അതായത് അച്ഛൻ അവരെ കാണാനായിട്ട് അവിടേക്ക് ചെല്ലുന്നു. പക്ഷെ എനിക്ക് ഉറപ്പാണ് ഗംഗേട്ട, അച്ഛൻ ചെന്നത് ബ്രിജിത്താമ്മയെ കാണാനല്ല, അലീനയെ കാണാൻ വേണ്ടി തന്നെയാണ്. എനിക്ക് അങ്ങനെ തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് പറയട്ടോ. അപ്പം നീ എന്താ പറഞ്ഞു വരുന്നത്? എനിക്കറിയത്തില്ല ഗംഗേട്ട, എനിക്ക് ഭയങ്കര സംശയമുണ്ട്. അച്ഛൻ തീർച്ചയായിട്ടും അലീനയെ കാണാൻ തന്നെയാണ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവുക. അലീനയെ കണ്ട് അവിടെ നിന്ന് അലീനെ ആ സ്ത്രീ ഏകദേശം മരിക്കും എന്ന് ഉറപ്പായപ്പോഴാണല്ലോ അമ്മ പറഞ്ഞത് കേട്ടില്ലേ, ആ സ്ത്രീ അച്ഛനെ കാണാൻ വന്നിരുന്നു, അതിനുശേഷമാണ് അച്ഛൻ അങ്ങോട്ടേക്ക് ചെന്നത് എന്ന്. അപ്പം അവർക്ക് തമ്മിൽ മുൻപ് പരിചയമുള്ളത് കൊണ്ടല്ലേ അച്ഛനെ കാണാൻ വന്നതും, അല്ലാതെ അച്ഛൻ അവിടെ പോയി അന്വേഷിച്ച് കണ്ടെത്തിയതൊന്നുമല്ലല്ലോ. അവരിങ്ങോട്ടേക്ക് വന്നിട്ട് അച്ഛനുമായി സംസാരിച്ചു, അതിനുശേഷമാണ് അച്ഛൻ അങ്ങോട്ടേക്ക് ചെന്ന് അലീനയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഏർപ്പാടുകൾ ചെയ്തത്. പിന്നീടാണ് അച്ഛൻ മരിച്ചു പോവുകയും ചെയ്യുന്നത്. നീ എന്താണ് പറഞ്ഞു വരുന്നത്? എൻ്റെ സംശയം ബലപ്പെട്ടു വരികയാണ് ഗംഗേട്ട. അലീനയെ കാണാൻ തന്നെയാണ് അച്ഛൻ അങ്ങോട്ടേക്ക് ചെന്നത്. അലീനയെ മനഃപൂർവ്വം തന്നെ അച്ഛൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാണ്. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് 22 വർഷങ്ങൾക്ക് മുൻപ് വൈജയന്തി തിരുവനന്തപുരത്ത് വെച്ച് പ്രസവിച്ച ആ കുഞ്ഞാണ് അലീന എന്നാണോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ മാലതി ഒന്ന് ഷോക്കാവുന്നത്. ഗംഗേട്ട, എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ആ കുഞ്ഞ് മരിച്ചുപോയി എന്നല്ലേ നമ്മളോട് രാവണ്യമാമ പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മളോട് അങ്ങനെ കള്ളം പറഞ്ഞതാണെങ്കിലോ, ശരിക്കും
അലീന വൈജയുടെ മോളാണെങ്കിലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊരു സാധ്യതയുമില്ല. എങ്ങനെയായിരിക്കാം അലീന അങ്ങനെ വൈജയുടെ മകളാണെങ്കിൽ അച്ഛൻ അങ്ങനെ ഒരു അബദ്ധം ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ മകളെ കൂട്ടിയിട്ട് അവളും ഭർത്താവും മക്കളും സുഖമായി ഒരു പ്രശ്നവുമില്ലാതെ താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു ബോംബ് പോലെ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് അച്ഛൻ നിർത്തുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഗംഗാധരൻ. അപ്പോൾ മാലതി പറയുന്നുണ്ട്, അതും ശരിയാണല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അച്ഛൻ ആ കുഞ്ഞിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരില്ല. എങ്ങാനും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോകുന്നത് ബാലചന്ദ്രൻ്റെ വൈജയുടെയും കുടുംബമല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, ബാലചന്ദ്രൻ എങ്ങനെയായിരിക്കും ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ വീണ്ടും സംശയങ്ങൾ ഇങ്ങനെ അവർക്ക് ഉണ്ടാവുകയാണ്. തൽക്കാലം നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ബാലചന്ദ്രനെ ഒന്ന് കാണാം, അവിടുത്തെ സ്ഥിതിഗതികളൊന്ന് അന്വേഷിച്ചിട്ട് വരാം. പിന്നീട് എന്തായാലും കുറച്ച് ദിവസം നമ്മളിവിടെ ഉണ്ടല്ലോ, ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടേ നമ്മളിവിടെ നിന്ന് പോകണുള്ളൂ എന്ന് ഗംഗാധരൻ പറഞ്ഞ് അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അതേസമയം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ അങ്ങനെ വൈജയന്തി കാണാൻ സമ്മതിക്കുന്നില്ലല്ലോ, ബാലചന്ദ്രനെ കാണാൻ ബാലചന്ദ്രൻ സമ്മതിക്കുന്നില്ല. അതിൻ്റെ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ വൈജയന്തി ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഗംഗാധരനും മാലതിയും കൂടി കയറി വരുന്നത് കേട്ടോ. അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവരെ കണ്ടപ്പോൾ വൈജ പെട്ടെന്ന് അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കിങ്ങേട്ട എപ്പോഴാണ് എത്തിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ചെന്നു, അവിടുന്ന് ഫ്രഷ് ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ആ കൃഷ്ണമോൾ വന്നു, ഞങ്ങളൊന്ന് ഫ്രഷായി റെസ്റ്റ് എടുത്ത് വരുന്ന സമയത്ത് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായി എന്ന് പറയാണ്. അപ്പം അമ്മയെ കണ്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അമ്മയും കണ്ടു അലീനയെയും കണ്ടു എന്ന് പറയാണ്. ഓ, അവളെയും കണ്ടോ? അവൾ എന്ത് പറഞ്ഞു? അവൾ വലിയ വീമ്പ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അവളാണ് ബാലചന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതെന്നും അവൾ ഉള്ളതുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നൊക്കെ അവൾ അങ്ങനെ ഒന്നും പറഞ്ഞില്ല, അമ്മയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് എന്ന് പറയണം. ഓ, അമ്മയുടെ അടുത്ത് അവൾ പറഞ്ഞ് ഏൽപ്പിച്ച് വെച്ചിരിക്കായിരിക്കും ആര് വന്നാലും ഇങ്ങനെയൊക്കെ പറയാൻ എന്നൊക്കെ പറയുമ്പോൾ നിനക്കെന്തിനാണ് അവളോട് ഇത്രയ്ക്ക് വാശിയും ദേഷ്യം എന്നൊക്കെ ചോദിക്കണം. എനിക്ക് വാശിയും ദേഷ്യവും ഒന്നുമില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒക്കെ കറക്റ്റായിട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ശരി ഞാനിനി ബാലചന്ദ്രനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പോവാനായിട്ട് നിൽക്കുമ്പോൾ ബാലചന്ദ്രനെ കാണാനൊന്നും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നില്ല. എത്ര ദിവസമായി ഞാനിവിടെ നിൽക്കുന്നു, എനിക്ക് പോലും കാണാനുള്ള ഒരു അവസരം തന്നിട്ടില്ല എന്ന് പറയണ വൈജ. അങ്ങനെ ആ സമയത്ത് മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗംഗാധരനെയും മാലതിയും കണ്ടപ്പോൾ മനു വരുന്നുണ്ട്. അപ്പോൾ മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മനു എങ്ങനെയുണ്ട് ഇപ്പോൾ ബാലചന്ദ്രനെ എന്ന് ചോദിക്കുമ്പോൾ ബെറ്ററായിട്ട് വരുന്നു വല്യച്ച എന്ന് പറയണം. അപ്പോൾ പറയുന്നുണ്ട് ബാലചന്ദ്രനെ ഒന്ന് കാണണമല്ലോ എന്ന് പറയുമ്പോൾ വല്യച്ച എനിക്ക് തോന്നുന്നില്ല അങ്കിള് കാണാൻ സമ്മതിക്കുമെന്ന് എന്ന് പറയണം. അതെന്താ കാണാൻ സമ്മതിക്കാത്തത്? ആരെയും കാണാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് എന്ന് മനു പറയുമ്പോൾ എന്നിട്ട് നിന്നെ കാണുന്നുണ്ടല്ലോ, എൻ്റെ മക്കളെയും കാണുന്നുണ്ട്, അവിടെ ഗോവർദ്ധനം വന്നപ്പോൾ ഗോവർദ്ധനെയും കണ്ടു, എന്നെയും എൻ്റെ വീട്ടുകാരെ മാത്രം കാണണ്ട എന്ന് പറയുമ്പോൾ എന്താ എനിക്ക് മനസ്സിൽ വന്നതെന്ന് വൈജ വീണ്ടും അങ്ങനെ ഒച്ചയെടുക്കുമ്പോൾ വൈജ നീ ഒന്നും മിണ്ടാതിരിക്കും, ഞാൻ സംസാരിക്കാം എന്ന് അങ്ങനെ സിസ്റ്ററോട് ചോദിക്കുകയാണ്. മനുവിനോട് പറയുന്നുണ്ട് ഒന്ന് കണ്ടോട്ടെ എന്ന് അനുവാദം ചോദിക്കാനായിട്ട് പറയണം. അങ്ങനെ മനു സിസ്റ്റർ അടുത്ത് ചോദിച്ചിട്ട് മനു അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ മനു എന്ന് ചോദിക്കുമ്പോൾ ഗംഗാധരൻ വല്യച്ഛനും വല്യമ്മയും വന്നിട്ടുണ്ട്, അവർക്ക് അങ്കിളിനെ കാണണമെന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ആരെയും കാണണ്ട എന്ന് പറയണം. അപ്പോൾ അവർ വന്നു എന്ന് അറിഞ്ഞപ്പോൾ ബാലചന്ദ്രന് കാര്യങ്ങളൊക്കെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയല്ലോ, അപ്പോൾ അവരുടെ തലയിലൊക്കെ തീ പുകയാൻ തുടങ്ങിയെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് ആരെയും കാണണ്ട, എനിക്കിപ്പോൾ ആരോടും സംസാരിക്കാനുള്ളൊരു താല്പര്യമില്ല, മൂഡിലല്ല ഞാൻ എന്ന് പറയണം. അവരത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ അങ്കിൾ, ഒന്ന് കണ്ടോട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട മനു, എനിക്ക് റെസ്റ്റ് വേണം, എനിക്ക് ആരെയും കാണണ്ട, എന്നെ ഇപ്പോൾ പ്രഷർ കയറ്റാനായിട്ട് ആരും ഇങ്ങോട്ടേക്ക് കയറി വരണ്ട എന്ന് പറയണം, നീ അവരോട് പോയി പറഞ്ഞേക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനു വന്നിട്ട് അവരോട് അത് പറയുമ്പോൾ അവർക്ക് ഭയങ്കര നിരാശ തോന്നുകയാണ്. അപ്പോൾ വൈജ വീണ്ടും അവിടെ കിടന്ന് ഷൗട്ട് ചെയ്യാണ്. വൈജ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ ബാലചന്ദ്രൻ്റെ ഈ സ്വഭാവം ശരിയല്ല, ബാലചന്ദ്രൻ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്, ഇനി ബാലചന്ദ്രൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ചിന്തയുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗംഗാധരൻ വൈജയോട് ദേഷ്യപ്പെടുന്നുണ്ട്. വൈജ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ശരിയാണോ, നീ അത്ര വലിയ ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ വൈജ ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. ഗംഗേട്ടൻ എന്താ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ നിൻ്റെ കാര്യങ്ങൾ മറന്നിട്ടാണ് നീ ഏത് സമയവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് സമയം ബാലചന്ദ്രൻ്റെ മെക്കിട്ട് കയറുന്നതുമൊക്കെ നീ നിന്നെ തന്നെ മറന്നുകൊണ്ടാണ്, നിൻ്റെ പാസ്റ്റ് മറന്നിട്ടാണ് നീ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ വൈജയ്ക്ക് ഇങ്ങോട്ട് ഭയങ്കര ദേഷ്യം എന്തൊക്കെയോ ഒരു പരവേശം തോന്നുന്നു കേട്ടോ. ഗംഗേട്ടൻ ഒന്നും മിണ്ടാതിരുന്നേ എന്ന് പറയുമ്പോൾ എന്നെക്കൊണ്ട് നീ പറയിപ്പിച്ചതല്ലേ
നീ നിന്റെ നില മറന്നുകൊണ്ടാണ് ബാലചന്ദ്രൻ്റെ മേലെ ഇത്രയും നാളും കുതിര കയറിയത്. ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഞങ്ങൾ മനസ്സിലാവാത്തത് പോലെ നിന്നത് നിങ്ങളുടെ കുടുംബമല്ലേ, അത് നിങ്ങൾ ജീവിച്ചോളുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അയാൾക്ക് എന്താണ് സംഭവിച്ചത്, അയാളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും നിനക്ക് അറിയുന്നില്ല എന്നെങ്കിൽ നിങ്ങളൊരു കുടുംബം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോൾ അതിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കില്ലേ വേണ്ടത് എന്ന് പറയുമ്പോൾ വൈജു പറയുന്നുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ബാലചന്ദ്രൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് വൈജു പറയുമ്പോൾ, ബാലചന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് നീ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? അയാൾ 100% പെർഫെക്റ്റ് ആണ്, നീയോ, നീ 100% പെർഫെക്റ്റ് ആണോ? ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിനക്ക് അതിനുള്ള ഉത്തരം കിട്ടുമല്ലോ എന്ന് പറയണം. അപ്പോൾ അതൊക്കെ കൂടി ഇങ്ങനെ കേൾക്കുമ്പോൾ വൈജയ്ക്ക് അതിങ്ങനെ ഭ്രാന്ത് പിടിക്കണം. വൈജ അവിടെ നിന്ന് പിന്നെ സങ്കടപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്, കൂടുതലും സംസാരിക്കാൻ നിൽക്കാതെ. വൈജയുടെ ഈ അവസ്ഥ കണ്ടിട്ട്, വൈജയുടെ ഈ പരാക്രമം, ഒച്ചപ്പാടും ബഹളമൊക്കെ കണ്ടിട്ട് മാലതി ഗംഗാധരനോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് വൈജയോട് പറഞ്ഞാലോ, ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞു എന്നുള്ള സത്യം വൈജയോട് പറഞ്ഞാലോ? നമ്മളെ കാണാനാണ് ബാലചന്ദ്രൻ നീലഗിരിയിൽ വന്നിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയിച്ചാലോ എന്ന് പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, വേണ്ട, അതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ വൈജ എന്ത് ചെയ്യുമെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. തൽക്കാലം ഈ രീതിയിൽ മുന്നോട്ട് പോവട്ടെ, അതിനുശേഷം എന്താ വേണ്ടതെന്ന് ആലോചിക്കാം എന്ന് പറയാണ് ഗംഗാധരൻ. അതിനുശേഷം ഗംഗാധരൻ ഡോക്ടറുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറോട് ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അയാൾക്ക് എന്തോ ഒരു കാര്യമായിട്ടുള്ള ഒരു ഷോക്ക് ഏറ്റിട്ടുണ്ട്, മാനസികമായിട്ട് വല്ലാണ്ട് ഷോക്ക് ഏറ്റിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രോക്ക് വന്നിട്ടുള്ളത്. ശരിക്കും 3 ബ്ലോക്ക് തന്നെയുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. അയാൾക്ക് മനസ്സിനും നല്ല ബലം കൊടുക്കണം, അതുപോലെ ശക്തി കൊടുക്കണം. അത് മാത്രമല്ല ഇനി ഇങ്ങനെ ഒരു പ്രഷർ കൊടുത്തിട്ട് വലിയ ഇഷ്യൂസ് ഉണ്ടാവാതെ നോക്കുകയും വേണം എന്നൊക്കെ പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഡോക്ടർ ഒരു കാര്യം ചെയ്യണം, പ്രത്യേകിച്ച് അവൻ്റെ ഭാര്യയുടെ അടുത്ത്, ബാലചന്ദ്രൻ്റെ ഭാര്യയുടെ അടുത്ത് കുടുംബാംഗങ്ങളുമായിട്ടൊന്നും വല്ലാണ്ട് സംസാരിക്കാനൊന്നും താല്പര്യമില്ല എന്ന് ഡോക്ടർ എല്ലാവരോടും ഒന്ന് പറയണം. പിന്നെ പ്രത്യേകിച്ച് വൈഫ് ഏത് സമയം അങ്ങോട്ടേക്ക് കയറാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്, പക്ഷേ തൽക്കാലം ഇപ്പോൾ കയറേണ്ട ആവശ്യമില്ല എന്ന് ഡോക്ടർ തന്നെ അവരോടൊന്ന് പറയണം എന്ന് പറയുമ്പോൾ, അത് എന്ത് പറ്റി, വൈഫിനെ കാണാനായിട്ട് അയാൾ ഇതുവരെയും സമ്മതിച്ചിട്ടില്ല, അവർ തമ്മിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചെറിയ ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതെന്താണെന്നൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ, ഞാൻ വൈജയുടെ മൂത്ത സഹോദരനാണ് എന്നൊക്കെ ഗംഗാധരൻ പറയുന്നുണ്ട്. അതാദ്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ, പരിചയപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത്, മിലിറ്ററിക്കാരനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പറയുന്നുണ്ട്, എനിക്ക് ബാലചന്ദ്രനെ കാണാനുള്ള ഒരു അവസരം ഒരുക്കി തരാമോ ഡോക്ടർ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അയാൾക്ക് ആരെയും കാണണ്ട എന്നാണ് പറയുന്നത്, പക്ഷെ എന്നാലും ഞാൻ ശ്രമിക്കാം, ഞാനൊന്ന് സംസാരിക്കാം ബാലചന്ദ്രനോട് എന്ന് പറയണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ബാലചന്ദ്രൻ ഗംഗാധരനെ കാണാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ, ഗംഗാധരനോട് കണ്ട് സംസാരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കാം ഡോക്ടറോട് ഇങ്ങനെ പറയുന്നത്, മറ്റാരെയും കാണാൻ അനുവദിക്കേണ്ട, പ്രത്യേകിച്ച് വൈജയെ കാണാൻ അനുവദിക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അതിന് ശേഷമായിരിക്കും. പിന്നീട് വളരെ സംഭവബഹുലമായിട്ടുള്ള ഭാഗങ്ങളാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നെക്സ്റ്റ് വീക്കിലെ എപ്പിസോഡിൻ്റെ സ്റ്റോറി പറഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വരുന്ന ഓരോ എപ്പിസോഡും അത്രയും അധികം ആകാംക്ഷയോടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്, അത്രയും അധികം ഹൃദയസ്പർശിയായിട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് സംഘർഷഭരിതമായിട്ടാണ് എപ്പിസോഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ മഴതോരും മുമ്പേ എപ്പിസോഡ് വളരെയധികം മികച്ച നേട്ടം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോറി ലൈൻ ആണെങ്കിലും പറയാതിരിക്കാൻ വയ്യ, ഓരോ ആക്ടിങ് ആണെങ്കിലും ഓരോ അഭിനേതാക്കളുടെ പ്രകടനമാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ, അത്രയും മനോഹരമായിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ എത്തി നിൽക്കുകയാണ്. ഈ ആഴ്ചയും സെക്കൻഡ് പൊസിഷനിലാണ്. ഫസ്റ്റ് പൊസിഷനിലേക്ക് മിക്കവാറും ഉടനെ തന്നെ എത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ ഓരോ ദിവസം കഴിയുന്തോറും ഓരോ എപ്പിസോഡും കാണാനുള്ള ആകാംക്ഷ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും നല്ല രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം ആകാംക്ഷയോട് കൂടി കാണുന്ന ഒരേ ഒരു പരമ്പര എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് മഴതോരും മുമ്പേക്കുറിച്ച് പറയാം. എന്താണെങ്കിലും ഓരോ ദിവസവും വളരെയധികം അക്ഷമരായിട്ടാണ് നമ്മളൊക്കെ എപ്പിസോഡ് വരാനായിട്ട് കാത്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു സ്റ്റോറിയായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.